ജയപ്രസാദ് സാർ, ഏതായാലും ഇങ്ങനെയൊരു സ്കീം ആവർത്തിക്കാതിരിക്കാൻ എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോൾ അതിനോടൊപ്പം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികൾ കൂടി ഒരു തുറന്ന ചർച്ചയ്ക്ക് വരികയാണ്. അവിടെ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻ ഉണ്ടാകുന്നുണ്ടോ? ഇത്തരത്തിൽ പൊതുവിദ്യാലയങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്ന ആശങ്ക ശ്രീ മനോജ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ സിലബസ് ഏതായാലും, അത് CBSE ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും, കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മുന്നോട്ടുള്ള തുടർ പഠനം ഇങ്ങനെയാണ് കേരളത്തിലെ സ്ഥിതിയെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടുമോ എന്ന ആശങ്ക. നിലവിൽ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ പോകുന്നു എന്നുള്ള ആശങ്ക ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടവർ തന്നെ പങ്കുവെക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആവർത്തിക്കുന്നതെങ്കിൽ എവിടെ എത്തി നിൽക്കും അവസ്ഥ? ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ എവിടെ നിന്ന് വീണ്ടും തുടങ്ങണം? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഏതാണ്ട് പൂർണ്ണമായിട്ടും തകരുന്ന അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. കാരണം ഞാനത് തകർച്ചയെന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലൊരു വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ ഭരണകക്ഷിയും അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷി അവരുടെ രാഷ്ട്രീയ താല്പര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു വിഷയത്തെ വിലയിരുത്തുന്നത്. പക്ഷേ ഞാനൊരു രക്ഷകർത്താവിൻ്റെ തലത്തിൽ എന്ന തരത്തിൽ ഒരു ഈ മേഖലയിൽ വർക്ക് ചെയ്ത ഒരാളെന്ന തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം വളരെ ഗുരുതരമായ രീതിയിൽ താഴോട്ടാണ് പോകുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ 4 അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റികളിൽ കഴിഞ്ഞ വർഷം 37% സീറ്റാണ് ഒഴിഞ്ഞു കിടന്നതെങ്കിൽ ഈ അതായത് 24-25 വർഷമായപ്പോഴേ അതായത് 45%-മായി MG യൂണിവേഴ്സിറ്റിയിൽ 55% ഡിഗ്രി സീറ്റുകളാണ് വേക്കൻ്റായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ കലാലയങ്ങളിലേക്ക് കടന്നു വരാത്തതിൻ്റെ പ്രധാന കാരണം അവർ മറ്റ് കോഴ്സുകളിലേക്ക് പോകുന്നുവെന്ന് ഒരു വാദം പറയാം. പക്ഷേ അത് ശരിയല്ല. കാരണം കേരളത്തിൽ നിന്ന് വലിയൊരു ശതമാനം കുട്ടികൾ ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങൾക്ക് ഡിഗ്രി പഠിക്കാനായിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും വലിയൊരു ശതമാനം മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അതുപോലെ മറ്റ് സ്റ്റേറ്റിലെ സ്ഥാപനങ്ങളിലേക്കും ഒഴുകുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഇവിടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ പല സ്കൂളുകളുടെയും ഇൻഫ്രാസ്ട്രക്ചർ വളർന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. പക്ഷേ അതിൻ്റെ സോഫ്റ്റ് പവർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, അതായത് അതിൻ്റെ ക്വാളിറ്റി ആസ്പെക്റ്റ് കൂടാതെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം ഫോട്ടോ കാണിച്ചതുകൊണ്ട് ഒരു കലാലയത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കില്ല. അപ്പോൾ ഇത് രണ്ടും വേണം. അപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റും വേണം, അവിടുത്തെ നിലവാരം ഉയരുകയും വേണം. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സർവേ, നമ്മളിപ്പോൾ പല സംഘടനകളുണ്ട്, ഏജൻസികളുണ്ട്, അവർക്കൊരു പഠനം നടത്താം. നമ്മുടെ 10ാം ക്ലാസ് കുട്ടികളുടെ നിലവാരം സാമ്പിൾ സ്റ്റഡി നടത്താമല്ലോ. നമുക്ക് ആ തരത്തിൽ നമ്മളിപ്പോൾ ഈ സമീകരണത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വിഷയം നമ്മളിപ്പോൾ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ വിവേചനം നേരിടുന്നുവെന്ന് ഞാൻ പറയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ CBSE കുട്ടികൾക്ക് പറയാം, കേരളയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്ര ഉയർന്ന മാർക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അതും ഒരർത്ഥത്തിൽ വിവേചനമല്ലേ. അപ്പോൾ ഒരു വിഭാഗത്തിന് മാർക്ക് കുറയുന്നു, ഒരു വിഭാഗത്തിന് മാർക്ക് കൂടുന്നു. അപ്പോൾ ഒരേ കുടുംബത്തിൽ തന്നെ 2 സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് 2 റിസൾട്ടായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് നമ്മളൊരു രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ശരിയായ വസ്തുതകളെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയക്കാരനല്ല, ഇവിടെ നമ്മുടെ മന്ത്രിക്ക് ഈ കാര്യങ്ങൾ വിവരിക്കാൻ പോലും അറിയുന്നില്ലെന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ പറയുന്നത് തന്നെ ഇതിൽ ഉത്തരവാദിത്വം ഇതാരാണ് ഈ പ്രശ്നമുണ്ടാക്കിയത്? എൻട്രൻസ് കമ്മീഷണർ മിനിസ്റ്ററോട് പറഞ്ഞോ ഈ ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട്? ഇപ്പം കോടതി പറഞ്ഞല്ലോ, പ്രോസ്പെക്ടസിൽ ഫെബ്രുവരി മാസത്തിൽ കൊടുക്കുന്ന ഒരു തീരുമാനം അത് അട്ടിമറിക്കാനുണ്ടായ കാരണങ്ങൾ സമൂഹത്തെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അവൈലബിൾ ആണോ? അല്ലെങ്കിൽ ആ തരത്തിൽ ഇപ്പോൾ കോടതിയിൽ വന്നതുകൊണ്ട് അത് അവൈലബിൾ ആണെന്ന് പറയാൻ പറ്റും. ആ തരത്തിൽ അപ്പോൾ നമ്മളെ ഉന്നത വിദ്യാഭ്യാസ മേഖല നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നു. നിലവിൽ വൈസ് ചാൻസലർമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിന് നിയമപരമായി ഒരു തടസ്സവുമില്ല. അപ്പോൾ നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ, അതായത് 1949 UGC റെഗുലേഷൻസ് കൊണ്ടുവരുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ഒരു നിയമപരമായ സംവിധാനം കേരളത്തിലുണ്ട്. അപ്പം നിലവിൽ കേരള സർക്കാർ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ നമ്മൾ കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് സ്വീകരിച്ച നിയമപ്രകാരം ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് നടത്തില്ല എന്ന് വാശി പിടിക്കുകയും പുതിയ നിയമം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അത് കോടതി കയറി അങ്ങനെ നടക്കുകയാണ്. അപ്പം നമ്മുടെ 12 സർവകലാശാലകൾക്ക് വൈസ് ചാൻസലറുമില്ലാതായിട്ട് വർഷങ്ങളായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധരെ നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ വിദഗ്ധരെ തന്നെ കണ്ടെത്താൻ പാടാണ്. ഇപ്പം പാർട്ടിക്കാരാണ് തീരുമാനിക്കുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകളല്ലാതെ മന്ത്രിക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയില്ല. കാരണം എൻട്രൻസ് കമ്മീഷണർക്ക് അങ്ങനെ ഒരു നിയമപരമായിട്ട് റിപ്പോർട്ട് കൊടുക്കാനുള്ള അവകാശമില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിൽ അവകാശമില്ല. ഇതൊരു പൊളിറ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ ഉത്തരവാദിത്വം മന്ത്രിക്കാണോ അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷണർക്കാണോ? ഏതാണ് മാനദണ്ഡമാക്കിയത്?
അല്ലെങ്കിൽ ആ തരത്തിൽ വരണം. അപ്പോൾ നമ്മളിതിന് ഒരു സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികളോട് വിവേചനം കാണിച്ചു എന്നുള്ള തരത്തിൽ ഒരു രാഷ്ട്രീയമായിട്ട് അതിന് ബെനിഫിറ്റ് ഉണ്ടാകും ഗവൺമെൻറ്റിന്. അതായത് ഞങ്ങൾ ഈ കേരളത്തിലെ മലയാളി കുട്ടികൾക്ക് വേണ്ടി നിന്നത് കേരളത്തിലെ സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് വേണ്ടി നിന്നത് കൊണ്ടാണ് ഗവൺമെൻറ്റിന് പഴികേട്ടത് എന്നുള്ള രീതിയിൽ ഒരു സിമ്പതി ഫാക്ടർ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളെ വഴിതെറ്റിക്കുക ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കണം. അവർക്ക് മത്സരക്ഷമതയുണ്ടാവും. നമ്മുടെ പല വിദ്യാലയങ്ങളിലും ഇപ്പം നടക്കുന്നത് അഭ്യാസമുണ്ട്, വിദ്യയില്ല. വിദ്യ കുറയുകയും അഭ്യാസം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം വരും. അപ്പം നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോഗ്രാം ആണെങ്കിലോ അല്ലെങ്കിൽ വഴിവിട്ട പുറംവാതിലിലൂടെ ക്വാളിറ്റി വൽക്കരിക്കുന്നതിന് പകരം നമ്മുടെ കുട്ടികൾ ഇന്ത്യയിലെ ഏതൊരു കലാലയത്തിലെ കുട്ടികളെക്കാളും മികവുറ്റ കുട്ടികളാണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ക്വാളിറ്റി വൽക്കരണമാണ് ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി വേണമെങ്കിൽ ഒരു കമ്മീഷനെ വെക്കട്ടെ, വിദഗ്ധരായ ഒരു കമ്മിറ്റി വെക്കട്ടെ. കേരളത്തിൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് അതോ നമുക്കിനി പഴയതുപോലെ വെറും എൻട്രൻസിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സ് വേണോ? കാരണം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ CBSEയും ICSEയും കേരള സിലബസും തമ്മിൽ പോരാടുന്ന തലത്തിലേക്ക്, പാരൻസും പോരാടുന്ന തരത്തിലേക്ക് വരും. രാഷ്ട്രീയക്കാർ അവരുടേതായ തീരുമാനങ്ങളെടുക്കും. അതുകൊണ്ട് ഈ വർഷത്തെ ഈ ഒരു കോലാഹലം എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി പോസിറ്റീവായ ഒരു വേർഡിക്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കലാലയ വർഷം നേരായ രീതിയിലുള്ള അഡ്മിഷൻ നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ നമുക്കൊരു വിശാലമായ പഠനവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോംവഴികളും കണ്ടെത്തണം. അത് സമൂഹത്തിൻ്റെ മുന്നിലും വിദഗ്ധരുടെ മുന്നിലും ചർച്ചയ്ക്ക് വരികയും അപ്പം പാരൻസിനും കുട്ടികൾക്കും ഒരു ആശങ്കയ്ക്കും ഇല്ലാത്ത തരത്തിലുള്ള വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം സുതാര്യമായ വ്യവസ്ഥയിലൂടെ കൊണ്ടുവരണം. അപ്പോൾ ആ തരത്തിലുള്ള ചർച്ച നടക്കണം. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ഗുരുതരമായൊരു വിഷയമാണ് കേരളത്തിലെ നിലവാര തകർച്ച. നമ്മൾ കേമന്മാരാണ്, നമ്മൾ നമ്പർ 1 ആണെന്ന് സ്വയം പറയുന്നതിന് പകരം നമ്മുടെ കുട്ടികൾക്ക് മത്സരക്ഷമത ദേശീയ തലത്തിലുള്ള എൻട്രൻസ് പരീക്ഷയിൽ കടന്നുകൂടുന്നതിന് വേണ്ടിയിട്ട് ഒരു മാജിക്കുമില്ലാതെ ക്വാളിറ്റി വൽക്കരിച്ചൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവന് മുന്നിൽ വരാൻ കഴിയും. അതിനാവശ്യമായ പഠനം നടത്തണം. അതിനാണ് ഗവൺമെൻറ് ആദ്യം ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ യോഗ്യതയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്.